السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അവന്റെ രക്ഷാമാർഗം. ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ നമുക്ക് താക്കീത് ചെയ്തു, ചില കാര്യങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഫിത്നകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഫിത്ന എന്നുള്ള പദം ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരുപാട് അർത്ഥങ്ങൾ, ആശയങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. വ്യത്യസ്തമായ ആശയത്തിന് വേണ്ടി, അർത്ഥത്തിന് വേണ്ടി ഫിത്ന എന്നുള്ള പദം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ഫിത്നയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ 3 തരത്തിലുള്ളതാണ്. അതിലൊന്ന് ഈ ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഫിത്നകൾ, രണ്ടാമത്തത് ആധുനിക ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫിത്നകൾ, അതേപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫിത്നകൾ രണ്ടാമത്തത്, മൂന്നാമത്തത് ഇതുവരെ സംഭവിക്കാത്തത്, ഖിയാമത്ത് നാളിന്റെ മുമ്പിൽ അത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ 3 രൂപത്തിലാണത്: സംഭവിച്ചത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്, നമുക്കത് വിശദീകരിക്കേണ്ടതായിരുന്നു, പക്ഷെ സമയമല്ല. ഇനി ആ ഫിത്നകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മൊത്തത്തിൽ അതിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞു 2 തരത്തിലുള്ള ഫിത്നകളുണ്ട്. നേരത്തെ പറഞ്ഞത് സംഭവിച്ചത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിക്കാനിരിക്കുന്നത്. അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് വേറെ പഠിക്കാം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ള ആ ഫിത്നകളെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അഹ്ലുൽ ഇൽമ് പറഞ്ഞത്, അവർ ഫിത്നകളെ 2ആക്കി പറഞ്ഞു. ഒന്ന് ശുബ്ഹാത്തുകളുമായി ബന്ധപ്പെട്ട ഫിത്നകൾ, രണ്ടാമത്തത് ശഹവാത്തുകളുമായി ബന്ധപ്പെട്ട ഫിത്നകൾ. ഈ 2 ഫിത്നകളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഫിത്നകൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ശുബ്ഹാത്തിന്റെ ഫിത്നകൾ എന്താണ്, ശഹവാത്തിന്റെ ഫിത്നകൾ എന്താണ്? കാരണം ആധുനിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫിത്നകളുടെ അല്ലെങ്കിൽ ഫസാദുകളുടെ ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിത്നകളാണ്, ഫസാദുകളാണ്. ശുബ്ഹാത്തിന്റെ ഫിത്നകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ. അതിനു വേണ്ടിയിട്ട് ചില ആളുകൾ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുക, ഖുർആനെ സംബന്ധിച്ചും ഹദീസുകളെ സംബന്ധിച്ചും മുസ്ലിങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കുക, ശുബ്ഹാത്തുകൾ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ, അവരെ സംബന്ധിച്ച് ഭൗതികവാദികൾ എന്ന് പറഞ്ഞാലും വ്യക്തിവാദികൾ എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസം എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ശരി, സ്കൂൾ തലം മുതൽ അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കോളേജ് ക്യാമ്പസുകളിലുണ്ട്, മീഡിയകളിലൂടെ അവരുടെ പ്രവർത്തനങ്ങളുണ്ട്, യൂട്യൂബുകളിലൂടെ, വാട്സപ്പുകളിലൂടെ വളരെ ആസൂത്രിതമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ശുബ്ഹാത്തുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രത്യേകമായ തലത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അവരുടെ മനസ്സുകളിൽ ഇത്തരത്തിലുള്ള യുക്തിവാദ ചിന്തകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ജീവിതം അതെങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും,
അതിൽ അള്ളാഹു ഇടപെടരുത്, എന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടരുത്, സ്വന്തം മാതാപിതാക്കൾ ഇടപെടരുത്, ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അവിടെ ആരും ഇടപെടരുത്. അവർക്ക് കൽപ്പനകൾ ഇഷ്ടമില്ല, ശാസനകൾ ഇഷ്ടമില്ല, വിധിവിലക്കുകൾ ഇഷ്ടമില്ല, സ്വതന്ത്രമായിട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഇന്ന് മുസ്ലിങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫിത്നകൾ ഇന്ന് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു തരം ലിബറൽ ചിന്താഗതി മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആളുകൾ കാര്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മതത്തിൽ വളരെ കണിശമായി ജീവിക്കുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള യുക്തിവാദത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതിന്റെ കാരണങ്ങൾ പലതാണ്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്നാമത്തത് ദീനിനോടുള്ള അവഗണന. അത് നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രക്ഷിതാക്കൾക്ക് പോലും ഇന്ന് ദീനിനോട് താല്പര്യമില്ലെങ്കിൽ, അവർ പോലും ഖുർആൻ പഠിക്കുന്നില്ലെങ്കിൽ, അവർ പോലും ഹദീസ് പഠിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയോട് അതിനെക്കുറിച്ച് പറയാൻ അവർക്ക് അധികാരമില്ലല്ലോ. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ ഇത്തരത്തിലുള്ള ലിബറൽ ചിന്താഗതിയിലേക്ക് നമ്മുടെ യുവതലമുറ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ, ഒരു കാരണക്കാർ ഒരു പരിധിവരെ രക്ഷിതാക്കളാണ്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് വേറെ പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ശുബ്ഹാത്തിന്റെ ഫിത്നകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ബിദ്അത്തുകൾ, അഖീദയിൽ വരുന്ന പ്രശ്നങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് വേറെ പഠിക്കാം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ശഹവാത്തിന്റെ ഫിത്നകളാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുക, തിന്മകൾ ചെയ്യുക. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന തിന്മകൾ, ഇന്ന് എങ്ങോട്ട് തിരിഞ്ഞാലും തിന്മകളാണ്. വ്യഭിചാരം, സ്വവർഗഭോഗം, ലെസ്ബിയനിസം, അതിനെന്ത് പേര് പറഞ്ഞാലും, കള്ള്, കഞ്ചാവ്, MDMA, ലഹരി, ഇത്തരത്തിലുള്ള ഹറാമുകള്, എങ്ങോട്ട് തിരിഞ്ഞാലും ഫിത്നകൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള ഹറാമുകൾ, തെറ്റുകൾ, തിന്മകൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ സംബന്ധിച്ച് താക്കീത് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഫിത്നകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ പോലും ഇത്തരത്തിലുള്ള ഫിത്നകളാണ്. നമ്മുടെ വീട്ടിലേക്ക് പോലും കയറി വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്റർനെറ്റ്, ഫോൺ. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്ന് ഒരു റീല് കഴിഞ്ഞിട്ട് അടുത്ത റീലിലേക്ക് വേണ്ടി തിരക്ക് കൂട്ടുന്ന ഒരു തലമുറയാണെന്ന് മുസ്ലിങ്ങൾക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ടിക്ടോക്ക് ആണെങ്കിൽ എന്ത് പേര് പറഞ്ഞാലും. അവിടെ ഇബാദത്തുകൾ ചെയ്യാൻ പോലും സമയമല്ല. ഇങ്ങനെ ഹറാമിലൂടെ കണ്ടും കേട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന, സാമ്പത്തിക രംഗത്താണെങ്കിലും അത് രണ്ട് രൂപത്തിലുണ്ട്. സാമൂഹിക രംഗത്ത് നമ്മൾ കാണുന്ന തിന്മകൾ, ഫിത്നകൾ, അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ, സാമ്പത്തിക രംഗത്ത്. ഇപ്പോ സാമ്പത്തിക രംഗത്തൊക്കെ പറയാൻ പറ്റാത്ത അത്രത്തോളം തിന്മകളാണ്, ഹറാമുകളാണ്. അവിടെ ഒന്നും ആരും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പരിഗണിക്കത്തില്ല. വസ്ത്രരംഗത്ത്, ഇങ്ങനെ ഏത് രംഗത്തെടുത്തു നോക്കിയാലും ഇത്തരത്തിലുള്ള ഫിത്നകളെ സംബന്ധിച്ച്. അപ്പൊ ഒന്ന് ശുബ്ഹാത്തിന്റെ ഫിത്നകൾ, മറ്റൊന്ന് ശഹവാത്തിന്റെ ഇത്തരത്തിലുള്ള ഫിത്നകൾ. ഇതുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെ ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, ഇനി വരാനിരിക്കുന്ന കാലഘട്ടം അത് കഴിഞ്ഞ കാലഘട്ടത്തെക്കാൾ ഫിത്നയുടെ കാലഘട്ടമായിരിക്കും. കൂടുതൽ മോശമായ കാലഘട്ടമായിരിക്കും വരാനിരിക്കുന്നത്. ഇനി അങ്ങനെയുള്ള കാലം ഓരോ വർഷം കഴിയുന്തോറും, ഓരോ കാലം കഴിയുന്തോറും സംഗതി വഷളായിക്കൊണ്ടിരിക്കും, തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ പണ്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത എത്രയോ തിന്മകൾ, ആളുകൾ അതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ തലമുറകൾ. ആ വിഷയത്തിൽ വന്നുള്ള ഒരു ഹദീസ്, സുബൈർ ബിൻ ആദി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞു, അതൈന അനസ് ബിൻ മാലിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനാണ് അനസ് റളിയല്ലാഹു അൻഹു. ഞങ്ങള് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നു. ഫശകൗന, ഞങ്ങൾ അദ്ദേഹത്തോട് ഒരു പരാതി പറഞ്ഞു. ഫശകൗന ഇലൈഹി മാ നൽകാ മിനൽ ഹജ്ജാജ്. ഹജ്ജാജ് ബിൻ യൂസുഫിനെ സംബന്ധിച്ചാണ് പരാതി പറഞ്ഞത്. ഇസ്ലാമിക ചരിത്രത്തിലെ വൃത്തികെട്ട ഒരു അധ്യായമാണ് ഹജ്ജാജിന്റെ ചരിത്രം. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വിശാലമാണ്. പ്രഗത്ഭരായ സഹാബികളെ പോലും കൊന്നുതള്ളിയ ഒരാളാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്, ക്രൂരനായ ഭരണാധികാരി. അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇത്തരത്തിലുള്ള പ്രഗത്ഭരായ സഹാബികളെ കൊന്നിട്ടുള്ള ഒരാളാണ് ആര്? ഹജ്ജാജ് ബിൻ യൂസുഫ്. ഉള്ള ചരിത്രം അങ്ങനെയാണ്. അങ്ങനെ ഹജ്ജാജിന്റെ ഭരണത്തെ സംബന്ധിച്ച് പരാതി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നു. ഫഖാല, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം. ഫഇന്നഹു ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻഹു. ഇനി ഏതൊരു കാലം വരികയാണെങ്കിലും, ഇനി വരുന്ന ഏതൊരു കാലവും അത് ആദ്യ കാലത്തേക്കാൾ മോശമായിരിക്കും, തിന്മകളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം ഏറ്റവും നല്ല കാലഘട്ടം, സഹാബത്ത് ജീവിച്ച കാലഘട്ടം.
പിന്നീട് താബീങ്ങളുടെ കാലഘട്ടം, താബീങ്ങളുടെ കാലഘട്ടം, പിന്നീട് അതിങ്ങനെ മോശമായി ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം, കാലം, വർഷം, ഇനി വരാനിരിക്കുന്നത് അതിങ്ങനെ മോശമായിട്ടാണ് വരിക. അതിനൊന്നിലധികം വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ റസൂൽ എന്നിട്ട് അദ്ദേഹം പറയണം, ഇങ്ങനെ മോശമായിട്ടാണ്, ആദ്യകാലത്തേക്കാൾ മോശമായിട്ടാണ് ഇനി ഓരോ കാലവും വരിക. ഹത്താ തൽഖൗ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരേക്കും. സമയത്തുഹും ഈ നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടതാണ്. ഇങ്ങനെ ഓരോ കാലവും മോശമായിട്ടാണ് വരിക എന്നുള്ളത്, കൂടുതൽ ആദ്യകാലത്തേക്കാൾ മോശമായിട്ട് വരും. രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഹദീസിൽ നിന്ന്. ഒന്ന്, ഫിത്നകൾ ഉണ്ടാകും. അങ്ങനെ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ അനസ് റളിയല്ലാഹു പറഞ്ഞത് എന്താ? നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളതാണ്. അവിടെ ക്ഷമിക്കണം എന്നുള്ളതിന് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, അത്തരത്തിലുള്ള ഭരണാധികാരികൾ രംഗത്ത് വരുമ്പോൾ അവരുടെ ഉപദ്രവം, അവരുടെ പീഡനങ്ങൾ, അവരുടെ പ്രയാസപ്പെടുത്തുന്നത് നമ്മൾ ക്ഷമിക്കണം. രണ്ടാമത്തേത്, ഇത്തരത്തിലുള്ള ഫിത്നകൾ വരുമ്പോൾ ആ ഫിത്നകളിൽ നമ്മൾ മാറി നിൽക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് ഫിത്നകളാണെങ്കിലും അത്തരത്തിലുള്ള ഫിത്നകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ആ ഫിത്നകളിൽ നമ്മൾ സഹകരിക്കാൻ പാടില്ല. ഇതാണ് ഒരു സത്യവിശ്വാസി ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്. ഈ ഫിത്ന എത്രത്തോളം വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസില് ബാദിറൂ ബിൽ അമാലി ഫിതനൻ ഖിതഇൽ ലൈലിൽ മുദലിമി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇരുൾമുറ്റിയ രാത്രിയുടെ കഷ്ണങ്ങളെ പോലെ ഇനി ഫിത്നകൾ വരാനിരിക്കുകയാണ്. ആ ഫിത്നകൾ വരുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ധൃതി കാണിക്കണം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാല്, ഇന്നത് ഫിത്നയാണ് എന്നുള്ളത് പോലും ആളുകൾ തിരിച്ചറിയുന്നില്ല. അത്രത്തോളം ഫിത്നകൾ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇരുൾമുറ്റിയ രാത്രിയുടെ കഷ്ണങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാലഘട്ടം. തിന്മകൾ വ്യാപിക്കുന്ന, ഫസാദുകളും ഫിത്നകളും വ്യാപിക്കുന്ന ഒരു കാലഘട്ടം, എല്ലാവരെയും പിടികൂടുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം വരുന്നതിന്റെ മുമ്പ് ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? സൽക്രമങ്ങൾ ചെയ്യാൻ ധൃതി കാണിക്കണം. അവർ മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാടാണ്. എന്നിട്ട് പറഞ്ഞു, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. എത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ്. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം ആകുമ്പോഴത്തിന് കാഫിറാവും, വൈകുന്നേരം കാഫിറായവൻ രാവിലെ ആകുമ്പോഴത്തിന് മുഅ്മിനാവും. അത്രത്തോളം ഫിത്നകൾ വർദ്ധിക്കും. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം ആകുമ്പോഴത്തിന് കാഫിറാകുക, നേരെ തിരിച്ചു മുഅ്മിനായവൻ കാഫിറാകുക, കാഫിറായവൻ മുഅ്മിനാകുക. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതിന് ഒരുപാട് ഷറകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞു, യബീഉ ദീനഹു ബിഅർളി മിന ദുനിയാ, ദുനിയാവിന്റെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി അവൻ അവന്റെ ദീനിനെ വിൽക്കും. ഈ ഹദീസ് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളതാണ്, ഞാൻ വായിച്ചിട്ടുള്ളത്. ഈ ഹദീസ് പറയുമ്പോൾ ചില ആൾക്ക് സംശയം ഉണ്ടാവും, രാവിലെ മുഅ്മിനാകുക, വൈകുന്നേരം കാഫിറാകുക. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതതിന്റെ യഥാർത്ഥ രൂപത്തിലാണോ അല്ലേ? ഒന്നിലധികം ഷർഹകൾ അതിന് വന്നിട്ടുണ്ട്. ഒന്ന് ഒറിജിനൽ അസ്ലി ആയിട്ട്, അതിന്റെ ആ ഹദീസിന്റെ ലാഹിറായിട്ടുള്ള അർത്ഥം തന്നെ. ഇന്ന് എത്രയോ സംഭവങ്ങൾ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. കാരണം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇന്ന് ഇന്റർനെറ്റ് എന്നുള്ള പറയുന്ന സാധനം ഉണ്ടായതുകൊണ്ട് മനുഷ്യന്മാരെ എല്ലാം കേൾക്കുകയാണ്. എന്ത് ചവറ് കിട്ടിയാലും കേൾക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മനുഷ്യന്മാരെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ അഖീദയെ പഴപ്പിക്കാൻ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കഴിയും. നേരത്തെ പറഞ്ഞ യുക്തിവാദികളാണെങ്കിലും എന്തെങ്കിലും ഒരു ഹദീസിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിന്റെ കഷ്ണം എടുത്തിട്ട് അതിങ്ങനെയാണല്ലോ, അത് ഇന്ന് സയൻസ് പറഞ്ഞതിനെതിരാണല്ലോ, അങ്ങനെ ചില ശുഭാത്തുകൾ ഉണ്ടാക്കിയിട്ട് വിടും. അല്ലെങ്കിൽ ഇന്ന് ആധുനിക ശാസ്ത്രം പറഞ്ഞതിനെതിരാണല്ലോ, അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാക്കി എന്ത് ചെയ്യും? രാവിലെ മുഅ്മിനായ ആള് വൈകുന്നേരം കാഫിറാവും. അത് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതിന്റെ രണ്ടാമത്തെ ഒരു ഷർഹ് വന്നിട്ടുള്ളത് എന്താ വെച്ചാല്, ഇമാം സ്വനാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബിഅന്നഹു യതസാഹലു നാസു ബിഅംരി ദീനി വലാ യഖ്ദുറൂന ഷൈഅ. ദീനിന്റെ കാര്യങ്ങൾ ജനങ്ങൾ നെവർ മൈൻഡ് ആക്കും. ദീനിന്റെ കാര്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കൂല. ദീനിന്റെ കാര്യങ്ങൾ നെവർ മൈൻഡ് ആക്കുക. അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനം അതാണ്. ഇമാം മുല്ല അലി അൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസിന്റെ ലാഹിറായ അർത്ഥത്തെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഹഖീഖത്തായിട്ട് തന്നെ കാഫിറാവും. രണ്ടാമതൊരു വിശദീകരണം പറഞ്ഞിട്ടുള്ളത് കാഫിറൻ ലിനിഅമതി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുക. രണ്ടാമതൊരർത്ഥം അത് ഇതിന്റെ പരിധിയിൽ പെടും. ഔ മുശാബിഹൻ ലിൽ കഫറ, അല്ലെങ്കിൽ കാഫിരീങ്ങളോട് സാദൃശ്യമുള്ളവരായിട്ട് ജീവിക്കുക. അതൊക്കെ വ്യാപകമാണ്. ഔ ആമിലൻ അമലൽ കാഫിർ, അല്ലെങ്കിൽ കാഫിർ ചെയ്യുന്ന പോലത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇന്ന് ചില വ്ളോഗർമാർ ഇറങ്ങിയിട്ടുണ്ട്. അവരാണ് ഇതിന്റെയൊക്കെ ഉറവിടം. നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ ഇവരുടെ ഫോളോവേഴ്സ് ആയിരിക്കും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും.
ഇന്ന് ഓണം ആഘോഷിക്കുന്നതും ക്രിസ്തുമസ് ആഘോഷിക്കുന്നതും ന്യൂ ഇയർ ആഘോഷിക്കുന്നതും ഇത്തരത്തിലുള്ള എല്ലാ തിന്മകളും പ്രചരിപ്പിക്കുന്നതിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരുടെയൊക്കെ പേര് മുസ്ലിമാണ് ഉള്ളതാണ്. അതുകൊണ്ട് സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ മതമൗലികവാദികൾ, നമ്മൾ തീവ്രവാദികൾ, നമ്മൾ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ, ലോകം തിരിയാത്ത ആളുകൾ. 2 പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, ലെസ്ബിയനിസം. അവരുടെ പേര് മുസ്ലിമാണ്. അവരോടുള്ള ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവില് അവര് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അവരുടെ പിതാവിനെയും മാതാപിതാക്കളെയാണ്. അതിന്റെ കാരണം എന്താണ്? അവർ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ലിവാത്ത്, സ്വർഗഭോഗം, സ്വർഗരീതി, അതിനെ എതിർത്തു എന്നുള്ളതാണ് ആ മാതാപിതാക്കൾ ചെയ്ത തെറ്റ്. അതുകൊണ്ട് ആ സമൂഹത്തിൽ ആ മാതാപിതാക്കൾ മോശക്കാര്. ആ കുട്ടികൾ അവരെ നസീഹത്ത് കൊടുത്തു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് പറഞ്ഞു. ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത് ഈ ഒരു കാരണം കൊണ്ടാണെന്നുള്ളത് പറഞ്ഞു. അവിടെ പ്രതികൾ ആരാണ്? ആ തിന്മക്കെതിരെ ശബ്ദിച്ച, അരുതി എന്ന് പറഞ്ഞ, ആ തെറ്റിനെതിർത്ത മാതാപിതാക്കള് അവിടെ പ്രതികൾ. അവർ 7-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളുകൾ, അവർ തീവ്രവാദികള്, അവർ മതമൗലികവാദികള്, മക്കൾക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കാത്ത ആളുകൾ. ഇത് മുസ്ലിം പെൺകുട്ടികളാണ്. അവരെവിടെയാണ് വളർന്നത്, എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ള ചരിത്രം ഇപ്പോൾ അവിടെ വിശദീകരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറയുന്നത്, നമ്മൾ പോലും വിചാരിക്കാതെ നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ എവിടേക്കേ എത്തിയിട്ടുണ്ട്, എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശത്രുക്കൾ നടത്തുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പെണ്ണിനോട് വർത്താനം പറയുക എന്നുള്ളത് മോശമായി കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് ആളുകൾ കാണുന്നത് നാണക്കേടായിരുന്നു. അതുകൊണ്ടൊരു പെണ്ണിന്റെ ഒപ്പം പോകില്ല, പെണ്ണ് കുറച്ച് മുന്നിലായിരിക്കും, അല്ലെങ്കിൽ പെണ്ണ് കുറച്ച് ബാക്കിലായിരിക്കും. അതിനൊരു ഒളി ഉണ്ടായിരുന്നു, ഇതിന് മറയുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണ്? പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലജ്ജയില്ലെങ്കിൽ നീ നിനക്ക് തോന്നിയതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്തോ ആകാം. ഇവിടെ ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് നമുക്കറിയാം, ചില ആളുകളൊക്കെ ജീവിക്കുന്ന രീതികൾ. ഒറ്റ റൂമിൽ, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഫാമിലികളായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് വെച്ചൊക്കെ ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്തോ ആകാം. എന്നിട്ട് ഇത് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് വിളിച്ചു പറയണം. ഇതാരാണ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കണം. ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തീരുമാനിക്കും, അതിലാരും ഇടപെടരുത്, അതിൽ മതം ഇടപെടണ്ട, ഞങ്ങളുടെ മാതാപിതാക്കൾ ഇടപെടരുത്. എന്നിട്ട് അതിന് കവറേജ് കൊടുക്കാനും ചില മീഡിയകൾ അതിന്റെ മൈക്കും പിടിച്ച് ഈ പെണ്ണുങ്ങളുടെ പിന്നാലെ, എന്നിട്ട് അവരുമായിട്ടുള്ള ഇന്റർവ്യൂ, എന്നിട്ട് നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കള് കാണുന്ന ഇന്റർവ്യൂ, ഈ പെൺകുട്ടികളുടെ ഇന്റർവ്യൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് കൊടുത്തിട്ടുള്ള വിശദീകരണമാണ്. രാവിലെ മുഅ്മിനാകും, വൈകുന്നേരം കാഫിറാകും. വൈകുന്നേരം മുഅ്മിനാകും, കാഫിറാകും, രാവിലെ മുഅ്മിനാകും. ദുനിയാവിന്റെ തുച്ഛമായ ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദീനിനെ വിൽക്കുക, അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കാഫിരീങ്ങളോട് സാദൃശ്യമായിട്ട് ജീവിക്കുക, അവരുടെ അമലുകൾ ചെയ്യുക, അവർ ചെയ്യുന്നത് പോലത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇപ്പോ ഇന്ന് വളരെ വ്യാപകമായ രീതിയാണ് മുസ്ലിം പെൺകുട്ടികൾ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. ഇത്ര ഹദീസുകളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള ഹദീസിന്റെ വിശദീകരണത്തില് കാഫിരീങ്ങളോട് സാദൃശ്യമുള്ളവരായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം, അതൊരു ഫിത്നയാണ്, അതൊരു തിന്മയാണ്. ഇവിടെ ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുല്ലാസ് പറഞ്ഞെന്താ? ഇങ്ങനെയുള്ള ഫിത്നകളാണ് ഇനി വരാനിരിക്കുന്നത്. കാലം മോശമായിട്ടാണ് വരിക, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഇത് വളരെ വ്യാപകമാണ്. ഇതിന് ഞാൻ പറയുന്നത്, ഇതിന്റെ ഒന്നാമത്തെ പ്രതികൾ മാതാപിതാക്കളാണ്. പെൺകുട്ടികള് ഇത്തരത്തിലുള്ള ആണുങ്ങളുടെ ഡ്രസ്സ് ധരിക്കും. ഇന്ന് ഏതാണ് ആണ് ഏതാണ് പെണ്ണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇത്തരത്തിലുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നുള്ളത് ഹദീസിൽ വന്നതാണ്. ഈ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് പല ആളുകൾക്കും. മുജാഹിദ് എന്ന് പറഞ്ഞാലും സലഫി എന്ന് പറഞ്ഞാലും തള്ളക്ക് മാത്രം സലഫിയത്ത് പോരല്ലോ, തന്തക്ക് മാത്രം സലഫിയത്ത് പോരല്ലോ. നമ്മുടെ വീട്ടിൽ വളരുന്ന നമ്മുടെ മക്കൾക്ക് സലഫിയത്ത് വേണ്ടേ? എന്നിട്ട് പാന്റ് ഇട്ടിട്ട് നടക്കണം. ആ പാന്റ് ആണെങ്കിൽ പകുതി കീറിയിട്ടുണ്ടാവും, ഏലി കടിച്ചു പറിച്ചതുപോലെ. അതാണെങ്കിൽ ഇന്നത്തെ പാന്റ് ആണെങ്കിൽ നെരിയാണിക്ക് മുകളിലാണ്, ആണുങ്ങളുടേത് നേരെ തിരിച്ചും നെരിയാണിക്ക് താഴെ. പെണ്ണിന്റെ ഫാഷൻ അവരുടെ നെരിയാണി കാണിക്കണം, അവരുടെ പാദസരം കാണിക്കണം, അവരുടെ കാലിലുള്ള മറ്റത്ത് വരെ കാണിക്കണം. ഇതിന്റെ ഉത്തരവാദികളാരാ? ഇതിന്റെ ഉത്തരവാദികളാരാണ്? എന്നിട്ട് തള്ള പറത്തിട്ടിട്ടുണ്ട്, നിഖാബ് പോലും ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് മക്കൾ വളർന്നു വരുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർറജുല, ഒരു പുരുഷനെ
അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള പുരുഷനാണ്? യൽബസു ലിബ്സത്തൽ മർഅ, പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്. പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്. ഇതൊക്കെ വ്യാപകമാണ്. ഇതൊന്നും ഒരു മാനക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ആധുനിക തലമുറക്ക് ഫിത്നകളും ഫസാദുകളുമുള്ള ശുബ്ഹാത്തുകളും ഷഹ്വാത്തുകളുമുള്ള ഈ ഒരു ലോകത്ത് ഇതൊന്നൊരു വിഷയമല്ല. അവരുടെ പിന്നാലെ മീഡിയകളും മൈക്ക് പിടിച്ചിട്ട് നടക്കുകയാണ്. അവരെ ഇന്റർവ്യൂ ചെയ്യാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പോലും മുസ്ലിങ്ങൾ ജീവിക്കുന്ന തിങ്ങിപ്പാർക്കുന്ന ജില്ലകളിൽ പോലും ഇത്തരത്തിലുള്ള ആളുകളെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പണ്ട് ഇങ്ങനെ ഡ്രസ്സ് ധരിച്ചു വന്നാൽ കൂക്കി വിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ആരെങ്കിലും അത് എതിരെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അവരെ താലിബാനികൾ എന്ന് വിളിക്കും. സ്കൂളിലെ മറ്റേ ഡാൻസിനെ എതിർത്തപ്പോ അവർ വിളിച്ചതെന്നാണ്, ഇവർ താലിബാനികളാണ്, ഇവർ 7ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെ, വൽ മർഅത തൽബസു ലിബ്സത്തർ റജുലി, പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അബൂദാവൂദിന്റെ റിപ്പോർട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ഗൗരവമുള്ള ഒരു സംഗതിയാണിത്. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ്. എന്നിട്ട് പുരുഷന്മാരുടെ ഷർട്ടും പുരുഷന്മാരുടെ വസ്ത്രം ധരിച്ചിട്ട് പെണ്ണുങ്ങൾ നടക്കുക. ഇത് സ്ത്രീകളുടെ വിഷയത്തിലും വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഫിത്നകളെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ദീനിനെ നശിപ്പിക്കും. ഇവിടെ വേറെ വിഷയം എന്താ അറിയുക? ഇവിടെ വേറെ വിഷയം എന്താ വെച്ചാല്, ഇതിനെ എതിർക്കുന്ന ആളുകളെ പോലും പരിഹസിക്കുന്ന ആളുകളുണ്ട്. കാരണം ചില ആളുകൾ പറയണത് എന്താണോ, നിങ്ങൾക്ക് ലോകം തിരിയില്ല. ഇതിനൊക്കെ എതിർക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ സാമ്പത്തിക രംഗം, അപ്പൊ അതിൽ പലിശയുമായിട്ട് ബന്ധപ്പെടാത്ത എത്ര ആളുകളുണ്ടാവും പലിശയുമായിട്ട് ബന്ധപ്പെടാത്ത ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവസാന കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ആ ഹദീസ് ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ വന്നിട്ടുള്ളത്, ലയഅതിയന്നാലന്നാസി സമാനുൻ, ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട്, ലാ യുബാലിയൽ മർഉ ബിമാ അഖദൽ മാല മിനൽ ഹറാമി ഔ മിനൽ ഹറാമി, അന്ന് അവന്റെ സമ്പാദ്യം, അവന്റെ പൈസ അത് ഹലാലായ മാർഗത്തിലൂടെയാണോ ഹറാമായ മാർഗത്തിലൂടെയാണോ സമ്പാദിച്ചത് എന്നുള്ളത് നോക്കാത്ത ഒരു കാലഘട്ടം വരും. ഇത് ബുഖാരിന്റെ റിപ്പോർട്ടാണ്, ബുഖാരി തിരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലിശന്റെ ഏറ്റവും ചെറുത് പോലും, ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഈ ദീനിയായ ആളുകൾ പോലും ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എളാപ്പ് വരും, അല്ലെങ്കിൽ മൂത്താപ്പ് വരും, അല്ലെങ്കിൽ ജ്യേഷ്ഠം വരും, അനുജം വരും. എന്നിട്ട് കുറെ ന്യായീകരണങ്ങളാണ്. ഇന്നതൊന്നും നോക്കിയാൽ ജീവിക്കാൻ പറ്റൂല, അങ്ങനെയാണെങ്കിൽ ഇന്ന് കച്ചവടം നടത്താൻ പറ്റുമോ, അങ്ങനെ ചെയ്താൽ നമ്മൾ ഇസ്ലാമെന്ന് പുറത്തു പോകുമോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കേണ്ടതൊക്കെ ചെയ്യാത്ത ആളുകൾ ആരാണ്? ഇങ്ങനെ എളാപ്പാന്റെ രൂപത്തിൽ ശൈത്താൻ വന്നിട്ട് ഇങ്ങനെ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കും. അങ്ങനെ കുറച്ചൊക്കെ സലഫിയത്തുള്ള ആള്, ഹറാമു ആളുകളൊക്കെ നോക്കിയിരുന്ന ആളുകളുണ്ടല്ലോ. ഈ പൈസക്കൊരു പ്രത്യേകത ഉണ്ട്, പണത്തിനൊരു പ്രത്യേകത ഉണ്ട്. അത് എത്ര കൂടണോ അത്രത്തോളം ഹറാമുകൾ അവന്റെ ജീവിതത്തിൽ കൂടും. ചില ആൾക്കാർ അതിന് എതിരായിട്ടുണ്ടാകും കേട്ടോ. സമ്പത്തി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അവിടെ ഹറാമാണോ ഹലാലാവണോ എന്നുള്ളത് പരിഗണിക്കാത്ത ഒരു അവസ്ഥ മനുഷ്യന്റെ ജീവിതത്തിൽ വരും. സമ്പത്തിന് അങ്ങനെ പ്രശ്നമുണ്ട്. ദീനുള്ള മനുഷ്യന്റെ ദീനിനെ നശിപ്പിക്കാൻ സമ്പത്തിന് പറ്റും. അത് എത്രത്തോളം അവന് സമ്പത്ത് ഉണ്ടാകുന്നോ അത്രത്തോളം ഈ ഹറാമുകൾ കൂടെ ചെയ്യുക. അതിന് വിരുദ്ധമായിട്ടുള്ള ആളുകളില്ല എന്നല്ല ഞാൻ പറയണത്. പലിശന്റെ ഏറ്റവും ചെറുത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, സ്വന്തം മാതാവിനെ നിക്കാഹ് ചെയ്യുന്നതിന് തുല്യാണെന്നുള്ളതാണ്. സ്വന്തം മാതാവിനെ നിക്കാഹ് ചെയ്യുന്നതിന് തുല്യാണെന്ത്, അത്രത്തോളം മോശപ്പെട്ട അല്ലെങ്കിൽ അത്രത്തോളം ഗൗരവമുള്ള ഒരു സംഗതിയാണെന്ത് പലിശന്റെ ഏറ്റവും ചെറുത് പോലും. അത് ഹദീസിൽ വന്നിട്ടുള്ള, ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അതിൽ നിന്ന് ഒരാൾ മാറിക്കുമ്പോ വേറെ വന്നിട്ട് ഉപദേശം, ഇന്നിപ്പോ അതൊക്കെ നോക്കിയാലും നടക്കോ, നമ്മൾ ഇസ്ലാം ഒന്ന് പുറത്താകുന്നില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ വേൾഡ് ബാങ്കിന്റെ പലിശയോടല്ല ഇപ്പൊ ലോകത്തെ എല്ലാ ബിസിനസ്സും നടക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് പലിശയുമായിട്ട് ബന്ധപ്പെടാം. അങ്ങനെ ഒരു കാലഘട്ടം വരും എന്നുള്ളത് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു നിലപാടുണ്ടാകണം. എല്ലാവരും ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെയ്യുന്ന ആളുകളാകരുത് നമ്മൾ. ഈ ഫിത്നന്റെ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ത്, നമ്മളൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ നിലപാട് എന്തായിരിക്കണം, ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ആ ഫിത്നകൾക്കെതിരെ നിലകൊള്ളുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട നിലപാട്. ആ ഫിത്നകൾക്കെതിരെ നിലകൊള്ളണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു അസർ, വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിയാലോ, അദ്ദേഹത്തിന്റെ ഒരുപാട് ആസാറുകൾ, വളരെ പ്രധാനപ്പെട്ട ചില ആസാറുകൾ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, അദ്ദേഹം പറഞ്ഞു, ലാ തകൂനു ഇമ്മ, നിങ്ങൾ
ഇമ്മാത്താകരുത്. ഇമ്മാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ കൂടികളാകുക. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ലേ, എന്ത് തോന്നിയാസം ഉണ്ടെങ്കിലും അതിന്റെ കൂടെ കൂടി കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഇമ്മാത്താകരുത്, കൂടെ കൂടികളാകരുത്. എന്നിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഇമ്മാത്ത് എന്ന് പറഞ്ഞാൽ? തഖൂലുന, നിങ്ങൾ പറയും, എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യും. വൈൻ ളലംന, എല്ലാവരും തിന്മ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും തിന്മ ചെയ്യും. എല്ലാവരും നന്മ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും നന്മ ചെയ്യും. എല്ലാവരും തിന്മ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളും തിന്മ ചെയ്യും. അങ്ങനെ പറയുന്ന ഇമ്മാത്താകരുത് നിങ്ങൾ. വലാക്കിൻ മത്തിനും അൻഫുസക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ജനങ്ങളൊക്കെ നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നന്മ ചെയ്യുക, ഖുർആൻ ഹദീസും പഠിപ്പിച്ചിട്ടുള്ള നന്മകൾ ചെയ്യുക. വൈനസാവു, ജനങ്ങൾ എല്ലാവരും തിന്മ ചെയ്യുകയാണെങ്കിലോ ഫലാ തുദ്ലിമു, നിങ്ങൾ അനീതി കാണിക്കരുത്, നിങ്ങൾ തിന്മ ചെയ്യരുത്, നിങ്ങൾ ഇമ്മാത്താകരുത്. ഈ ഇമ്മാത്താണെന്ന മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും ഇനി എന്ത് പേര് പറഞ്ഞാലും നമ്മൾ അങ്ങനെ ഇമ്മാത്താകനുണ്ടോ അല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇങ്ങനെ കൂടെ കൂടികളാകുക. അപ്പൊ അങ്ങനെ വന്ന് എളാപ്പ പറയുമ്പോ അത് ശരിയാണ്, ഇന്നിപ്പോ അതൊക്കെ നോക്കിയാലും ഇപ്പൊ ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ കൃത്യം 5 നേരം നിസ്കരിക്കണ ഹറാം ഹലാലൊക്കെ നോക്കിയിരുന്ന ആള് പറയാണ്, മുജാഹിദ് പറയാണ്, സലഫി പറയാണ്, അല്ലെങ്കിൽ വേറൊരാള് പറയാണ്, എളാപ്പ പറഞ്ഞത് കാര്യം തന്നെയാണ്. ഇങ്ങനെ നിങ്ങൾ എന്താകരുത്, ലാ തകൂനു ഇമ്മാ. ആ പലിശ എന്നുള്ളതിന് എന്ത് പേര് പറഞ്ഞാലും, ഇന്ന് പലിശ എന്ന് പറയില്ല, ബിഗ് ടിക്കറ്റ് എന്ന് പറയും. ഹലാൽ ബിഗ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി. പലിശ എന്ന് പറയരുതെന്നുള്ളൂ. റിബ ആകുമ്പോഴേ, റിബ എന്ന് അറബിയിൽ പറഞ്ഞാലും മലയാളത്തിൽ അതിന്റെ പരിഭാഷയും പറഞ്ഞാൽ ക്ലിയറായി. ബിഗ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, അത് ഹലാലാണ്. ലോട്ടറി എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, ഫായിദ എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല. അതിന്റെ പേര് മാറ്റിയ സംഗതിയൊക്കെ ഒന്ന് തന്നെ. എല്ലാവർക്കും അറിയാം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്, എല്ലാവർക്കും അറിയാം. പിന്നെന്താണ് ഇമ്മായത്താകുകയാണ്. എന്താ അത് ചെയ്യാത്തവരാളുള്ളത്? എന്താ അതൊക്കെ നോക്കിയാല് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ 21-ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കണത്. ആധുനിക ഈ നൂറ്റാണ്ടിലൊക്കെ ജീവിക്കുമ്പോൾ അതൊക്കെ നോക്കാൻ പറ്റും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞത് നിങ്ങൾ ഇമ്മാത്താകരുത്. ഇത് ഹദീസായിട്ട് വന്നിട്ടുണ്ട്. ആ ഹദീസ് ദുർബലാട്ടോ. ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞതായിട്ട് ലാ തകൂനു ഇമ്മാ എന്നുള്ളത് ആ ഹദീസ് ദുർബലാണ്. ഞാൻ പറഞ്ഞത് അത് തെറ്റിദ്ധരിക്കണ്ട. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞിട്ടുള്ള അസറാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത്. ആ അസർ സ്വഹിയാണെന്നുള്ളത് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇമ്മാത്താകരുത്, കൂടെ കൂടിക്കോ, തിന്മണ്ട, അതിനെതിരെ നിൽക്കണം. അപ്പൊ അത്രത്തോളം ഗൗരവമുള്ളൊരു സംഗതിയാണ് പലിശ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ണിമ്പി കൊടുക്കുക. കാരണം പൈസ അല്ല, ബാങ്കിൽ ഇങ്ങനെ വരില്ലത്, കയ്യും കണക്കില്ലാതെ പലിശ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ചെറുങ്ങനെ കണ്ണിമ്പി കൊടുത്താല് ആഹ്ലം ഉണ്ടാവില്ല എന്ന് മാത്രം. ഏറി എന്നവിടെ എത്ര കൊല്ലം ജീവിക്കും ഈ ദുനിയാവില്? അതിന്റെ ഇടയ്ക്കനെ വല്ല ക്യാൻസറോ കിഡ്നിയോ അതൊക്കെ വല്ല ആക്സിഡന്റോ ആണെങ്കിൽ അതും കഴിഞ്ഞു. പിന്നെ ആകെയുള്ളത് കുറച്ച് ജീവിത, അതിന് ഈ പലിശ നിന്നിട്ട് ജീവിക്കണോ? ഇത് ഈ വലാ തകൂനു ഇമ്മാ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ പിന്നെ സ്വീകരിക്കേണ്ട ഒരു ആദർശമാണത്. നിങ്ങൾ ഇമ്മാത്താകരുത്, നിങ്ങൾ കൂടെ കൂടികളാകരുത്. ഇന്ന് നമ്മുടെ വീട്ടില് മുസ്ലിം കുടുംബങ്ങളില് ഒരു വിവാഹം നടക്കുമ്പോൾ, ഒരു നിക്കാഹ് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും വൃത്തികേടുള്ളത് ഈ സമുദായത്തിലാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊക്കെ ആരെതിർക്കണ്? ആരെങ്കിലും എതിർത്താലോ തന്ത വൈബ് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കും. അവിടെ മയ്യത്തും കട്ടിലെ പുതിയാപ്പിള വരിക, അതിമഹത്തായ ഇസ്ലാം പറഞ്ഞിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു നിക്കാഹ് നടക്കുന്ന വേദിയിലേക്ക് മയ്യത്തും കട്ടിലില് പുതിയാപ്പിള വരിക. ഞാനതൊന്നും വിശദീകരിക്കണില്ല. ഈ ജാതി തോന്നിവാസങ്ങൾ, അവിടെ നടക്കുന്ന ദൂർത്തുകൾ, 6 കല്യാണം, 7 കല്യാണം, 8 കല്യാണം, മറ്റേ കല്യാണം, അവിടെ നടക്കുന്ന പാട്ടും കൂത്തും ഡാൻസും, ഇതിനാരെങ്കിലും എതിർത്താൽ അവൻ 7-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളുകൾ, അവനെ ഒന്നും തിരിയാത്ത ആള്, അവന് വിവരമില്ലാത്തവൻ, അവന് ലോകം തിരിയാത്തവൻ, അവൻ ലോകം കണ്ടിട്ടില്ലാത്തവൻ, അവൻ തന്ത വൈബ്. എന്തൊക്കെയാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, ലാ തകൂനു ഇമ്മാ, നിങ്ങൾ കൂടെ കൂടികളാകരുത്. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സബർ കാണിക്കണം. സബർ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള തിന്മകൾ കാണുന്നുണ്ടെങ്കിൽ ആ തിന്മകളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കണം. കാരണം നമുക്ക് മരിച്ചു പോകണം, ആ ചിന്ത എപ്പോഴും ഉണ്ടായാൽ മതി. മരിച്ചു പോകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതില്ലെങ്കിൽ എന്താ ചെയ്യാ? നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകള്, ദർസുകള്, ഖുർആൻ പഠനങ്ങള്, ഹദീസ് പഠിക്കല്, ദീനിയായിട്ടുള്ള ഒരു ജീവിതം, ഇതൊക്കെ വേണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അത്രയ്ക്ക് മരിച്ചു പോകുന്നുള്ളൊരു ചിന്ത വേണ്ടേ? ആ ചിന്ത അല്ലെങ്കിൽ മനുഷ്യന്മാര് തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങും. അതില്ലാത്തതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇത് സാമ്പത്തിക രംഗത്താണെങ്കിലും, അത് ഇത്തരത്തിലുള്ള നിക്കാഹിന്റെ രംഗത്താണെങ്കിലും, ഇവിടെ നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള നിലപാടാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞിട്ടുള്ള നിലപാടാണ്. ജനങ്ങളെല്ലാവരും തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നിലപാടല്ല. ഇതേപോലെ വ്യാപകമായിട്ടുള്ള കുറെ സംഗതികളുണ്ട്.
എന്നിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക? അവരെ പരിഹസിക്കും ചെയ്യുക. ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അവരെ പരിഹസിക്കുക, അവരെ കുറ്റപ്പെടുത്തുക, അവരെ ലോകം തിരിയാത്തവരാക്കുക, അവരെ മോശക്കാരാക്കുക, അവർക്കൊന്നും ഇന്നത്തെ ലോകത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് പറയാ. നേരത്തെ നമ്മുടെ കുട്ടികളുടെ വേഷത്തെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എന്താ അറിയോ? പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ രീതി. സുബ്ഹാനല്ലാഹ്, എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഫിത്ന എന്നതാണ് പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ രീതി. ഞാൻ പറഞ്ഞെന്തരോ, ചില കാര്യങ്ങള് എല്ലാവരും ചെയ്യുമ്പോൾ അതെങ്ങനെ ശരിയാകണം. ഇപ്പൊ പലിശന്റെ കാര്യം പറഞ്ഞതുപോലെ, നിക്കാഹിന്റെ കാര്യം പറഞ്ഞതുപോലെ, ഇപ്പൊ സ്ത്രീകളുടെ ഹിജാബ് ഖുർആനിൽ എത്ര ആയത്ത് വന്നു? അവരുടെ മുഖമക്കനകൾ അവരുടെ മാറിലൂടെ താഴ്ത്തിയിടണം. ഖുർആനിന്റെ നസ്സാണ്, ആയത്താണ്, കൽപ്പനയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് കൽപ്പിച്ചു, മുഅ്മിനീങ്ങളോട് മൊത്തത്തിൽ കൽപ്പിച്ചു. അവരുടെ മുഖമക്കനകൾ അവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടണം. ഇന്ന് എത്ര പെണ്ണുങ്ങൾ ഉണ്ടാവും? ഇന്ന് എന്തെല്ലാം കാണിക്കരുത് എന്നുള്ളത് ഇസ്ലാം പറഞ്ഞോ, അതെല്ലാം ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അതെല്ലാം പബ്ലിക്കാണ്, അതെല്ലാം പബ്ലിക്കാ. മാറിലൂടെ നിങ്ങളുടെ മുഖമക്കനകൾ താഴ്ത്തിരട്ടെ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹ് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ മുസ്ലിം സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? മാറി കാണിച്ചു കൊടുക്കുക. ഇന്ന് അപ്പൊ ഇതിനെ എതിർത്തപ്പോ പറഞ്ഞു, അതാണ് ഇന്നത്തെ ട്രെൻഡിങ്. നിങ്ങൾക്ക് ട്രെൻഡിങ്ങിനെ കുറിച്ച് അറിയില്ല, നിങ്ങളുടേത് തന്ത വൈബാണ്. ഇന്നത്തെ ട്രെൻഡിങ് അതാണെന്നുള്ളതാണ്. ഇനി ഇതൊക്കെ പാടെ കഴിച്ചിട്ട് നടക്കുന്ന ഒരു ട്രെൻഡിങ് വരാതിരുന്നാൽ മതി. ഇനി അങ്ങനെ വല്ല ഫിത്നയും വരുമെന്നാവും. അതും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞതിന്റെ നേരെ ഇവർക്കൊന്നും മരിച്ചു പോകണ്ടേ? നമ്മളിപ്പോ ഇവിടെ ഗൾഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഇന്ന് ട്രെൻഡിങ് അതാണ്, മാറ് കാണിച്ചിട്ട് നടക്കുക. അതിനെപ്പറ്റി കൂടുതൽ പറയാതിരിക്കാവും നല്ലത്. ഇത് ചെറുപ്പക്കാരികളും അങ്ങനെ തന്നെ, പ്രായമുള്ള പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. ഖുർആൻ പറഞ്ഞെന്താ? അവരുടെ മുഖമക്കനകൾ അവരുടെ മാറിലൂടെ താഴ്ത്തിയിടണം. ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങി നടന്നതുപോലെ നിങ്ങൾ നടക്കരുത്. വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിലൂല. ആ ജാഹിലിയത്തിന്റെ തബറുജ് എന്താണെന്നുള്ളത് ഉലമാക്കളെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, കൈത്ത് കാണിച്ചു കൊടുക്കുക അന്യാണുങ്ങൾക്ക്, അവരുടെ സൗന്ദര്യം കാണിച്ചു കൊടുക്കുക, അവരുടെ മാറ് കാണിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പുറത്തിറങ്ങി നടക്കരുത് എന്ന് പറഞ്ഞു. ആ ഖുർആൻ പറഞ്ഞതിന്റെ നേരെ എതിര് മാറ് കാണിച്ചിട്ട് നടക്കുക. എത്ര ആളുകൾ അതിൽ നിന്ന് ഒഴിവുണ്ടാകും? എന്നിട്ട് അതിനെ എതിർത്താലോ തീവ്രവാദികള്, മതമൗലികവാദികള്. ഇന്ന് എനിക്ക് തോന്നുന്ന എന്താ, ആളുകൾക്ക് ഇഷ്ടം എന്താ അറിയോ? ഇസ്ലാമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നടക്കുക. എന്നാൽ ടിക്ടോക്കിൽ കുറച്ച് ഡാൻസ് ചെയ്യുക, മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് ഇടുക. കാരണം അവളെ വിലക്കുകളില്ലല്ലോ, അവളെ പൂർണ്ണ സ്വതന്ത്രരാണ്. എന്നിട്ട് അത് ട്രെൻഡിങ് ആത്രേ. ഇത് വേറൊരു വിഷയമായിട്ട് പറയേണ്ട ഒരു സംഗതിയാണ്. ഞാൻ അതിന്റെ ആയത്തുകളും ഹദീസുകളൊന്നും പറയണില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഉണ്ടല്ലോ, എന്ത്? ഇത്തരത്തിലുള്ള പെണ്ണുങ്ങള് നരകത്തിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ്, സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് കിട്ടൂല. അതുകൊണ്ട് ഈ പെണ്ണുങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് മയ്യത്ത് സ്കരിക്കേണ്ടി വരും. ഒരു മയ്യത്തും കട്ടിൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. ആരും മരിച്ചാതിരിക്കൂലല്ലോ. ഒരു മയ്യത്തും കട്ടിൽ എന്തായാലും കിടക്കേണ്ടി വരും. പള്ളികൾക്ക് കൊണ്ടുപോകണമല്ലോ. നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കേണ്ടി വരും. ഒരു ഖബറുണ്ട്, ആ ഖബറിൽ ഒറ്റക്കായിരിക്കും. നിങ്ങളുടെ ശരീരം പുഴു തിന്നും, നാറും, മണ്ണാകും. നാളെ അള്ളാന്റെ കോടതിയിൽ വിചാരണ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പദപ്രയോഗം ഉണ്ടല്ലോ, എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പിന്നെ ആ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എന്താ? വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ച നഗ്നകൾ. ആ ഹദീസിന്റെ പ്രയോഗം എത്ര ക്ലിയറാ. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ. നിസാഉൻ പെണ്ണുങ്ങളാണ്, കാസിയാത്തുൻ വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്, ആരിയാത്തുൻ നഗ്നകളുമാണ്. അല്ലാണ്ട് റസൂല് പൊട്ടത്തരം പറഞ്ഞതല്ല, വസ്ത്രം ധരിച്ച നഗ്നകൾ. ഇന്ന് പെണ്ണുങ്ങളത് എന്തെല്ലാം കാണാൻ പാടില്ല എന്ന് പറഞ്ഞോ, അതൊക്കെ ഒന്ന് പുറത്താ, അതൊക്കെ ഒന്ന് പബ്ലിക്കാണ്, പ്രദർശിപ്പിക്കുകയാണ്, സൗന്ദര്യ പ്രദർശനമാണ്. ഇങ്ങനെ വസ്ത്രം ധരിച്ച നഗ്നകള്, ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ നഗ്നകളാണ്. ആ പെണ്ണുങ്ങളെ കുറിച്ചാണ് ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞത്, വലാ യജിദിന റീഹ ലാ യദ്ഖുലുൽ ജന്ന. ആ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. വലാ യജിദിന റീഹ, ആ സ്വർഗത്തിന്റെ മണം പോലും ഈ പെണ്ണുങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് അള്ളാനെ പേടിയുണ്ടെങ്കിൽ വേറൊരു മാർഗം ഇതിനില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മരിക്കും എന്നുള്ള ചിന്ത മനസ്സിൽ വരിക, അള്ളാനെ പേടിക്കുക. ഇതൊരു ഫിത്ന എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. നമ്മളതിനനുസരിച്ചിട്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഹറാമാക്കിയൊരു സംഗതിയാണിത്. നമുക്ക് നാളെ മരിച്ചു പോകണ്ടേ? അങ്ങനെയൊക്കെ ഇപ്പൊ നോക്കിയാൽ നടക്കുവോ? നടക്കണം. ഇതാണ് ഇസ്ലാം, ഇതാണ് മുസ്ലിം. റേഷൻ കാർഡിൽ പേരുണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, പാസ്പോർട്ടിൽ മുസ്ലിമിന്റെ പേരുണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. മുസ്ലിമായിട്ട് മരിച്ചു പോകണ്ടേ? ആ പത്രത്തിലുള്ള പെണ്ണുങ്ങള് സ്വർഗത്തിന്റെ വാസന പോലും
സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നല്ല, സ്വർഗത്തിന്റെ വാസന എത്രയോ ദൂരത്തു നിന്നാണ്. അതുപോലും കിട്ടൂല എന്ന് പറഞ്ഞാല് അവരടുക്കണ പണിന്റെ ഗൗരവം എത്ര ഗൗരവമുള്ള ഒരു സംഗതിയാണത്. അങ്ങനെ കഴുത്തും മാറും കാണിച്ചിട്ട് നടക്കുക എന്നുള്ളത് അത് ട്രെൻഡിങ് ആതരെ. ഇന്നത്തെ ട്രെൻഡിങ് അതാണ്. എന്നിട്ട് അതിനെ എതിർക്കുന്ന ആൾക്കാർ നേരത്തെ പറഞ്ഞതുപോലെ തന്തവൈബും 7-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആൾക്കാർ. അപ്പൊ അള്ളാഹിനെ കുറിച്ച് പേടി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗമല്ല. അപ്പൊ അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നിങ്ങൾ ഇമ്മാഅത്താകരുത്, നിങ്ങൾ കൂടികളാകരുത്. നിങ്ങൾക്കൊരു നിലപാട് വേണം. ആ നിലപാട് എന്താ? ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള നിലപാടായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇങ്ങനെയുള്ള ഫിത്നകൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിത് ജീവിക്കുന്നത്. വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ദീന് പോകും. ഉള്ള കാര്യം പറയാലോ, ദീന് പോകും. അത് നമ്മളെ മക്കളൊക്കെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല്, ഈ ഒരു തലമുറ ചിലപ്പോൾ നമുക്ക് കിട്ടും. ഈ ഒരു തലമുറ തന്നെ കിട്ടുന്നില്ല. വരാനിരിക്കുന്ന ഒരു തലമുറ ഉണ്ടല്ലോ, കയ്യിൽ നിന്ന് പോകുന്ന ഒരു തലമുറയാണ്. അവരെ ഈ പറഞ്ഞ മറ്റേ ലെസ്ബിയനിസും മറ്റേതും ആ ഒരു യുക്തിവാദ ചിന്തയിലൊക്കെയൊക്കെയാണ് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതൊന്നും അറിയുന്നുണ്ടാവില്ല. നമുക്ക് നമ്മളെ കുട്ടികൾ, മക്കള് നല്ല കുട്ടികൾ. അതിന്റെ കാരണം എന്താ? പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ പോലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കാനോ ഖുർആൻ പഠിക്കാനോ ഹദീസ് പഠിക്കാനോ വരുന്നില്ല. അപ്പൊ നമുക്ക് തന്നെ ദീന് കുറയണം. പിന്നെ നമ്മളെ മക്കളെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവസാന കാലഘട്ടത്തിൽ, ഞാൻ ഹദീസ് പറഞ്ഞിട്ടില്ല, ഹദീസ് പറയാൻ സമയമല്ല, അവസാന കാലഘട്ടത്തില് മുസ്ലിമായിട്ട് ജീവിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഒരു തീക്കട്ട കയ്യിൽ പിടിക്കുന്നത് പോലെയാണെന്നുള്ളതാണ്. അത് എത്രത്തോളം പ്രയാസകരമായ ഒരു കാര്യമാണ്. ഒരു തീക്കട്ട കയ്യിൽ പിടിക്കുന്നത് പോലെയാണത് അവസാന കാലഘട്ടത്തില് ഒരു മുസ്ലിമായിട്ട് യഥാർത്ഥ ആദർശം അനുസരിച്ചിട്ട് ജീവിക്കുക എന്നുള്ളത് ഹദീസിൽ വന്നതാണ്. അല്ലെ, കൽ ഖാബിലി അലൽ ജംറ, ഒരു തീക്കട്ട അവന്റെ ഉള്ളം കയ്യിൽ പിടിക്കുന്നത് എത്രത്തോളം പ്രയാസകരമാണ്. ഒരാൾക്ക് പറ്റും അതിന്. അത്രത്തോളം പ്രയാസകരായിരിക്കും യഥാർത്ഥ ദീനനുസരിച്ചിട്ട് ജീവിക്കുക എന്നുള്ളത്. ഇന്ന് അങ്ങനെ ഒരു കാലഘട്ടം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ദീന് പറ്റല്ലാണ്ടായി പോവാണ് എല്ലാ രംഗത്തും. ആളുകൾ ഇന്ന് വേറൊരു ലോകത്താണ്. ഇന്നത്തെ പ്രത്യേകിച്ചും ഈ വളർന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറ ഉണ്ടല്ലോ, വേറൊരു ലോകത്താണ്. അവരുടെ വേറൊരു വൈബാണ് അവരുടെ വൈബ്. ഒരു തരം യുക്തിവാദ ചിന്ത, നമുക്ക് തോന്നിയതുപോലെ ജീവിക്കുക. കാരണം ഇതൊരു സുഖമുള്ള പരിപാടിയാണെന്നുള്ളത് തോന്നും ആദ്യം. വിലക്കുകളില്ല, അവിടെ ശാസനകളില്ല, ഇഷ്ടമുള്ള മാതിരി ജീവിക്കുക, ഇഷ്ടമുള്ള പെണ്ണിന്റെ കൂടെ പോവുക, അവിടെ പിന്നെ കള്ള് കുടിക്കുക, ഇങ്ങനെ വ്യഭിചരിക്കുക, അങ്ങനെയുള്ള ഒരു ജീവിതമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളതിനെ വളരെയധികം ഭയപ്പെടണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ എന്ന് വലിയൊരു ഫിത്തനാണ്. അതിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ കുട്ടികള് കയ്യിൽ നിന്ന് പോകും. കാരണം നമ്മളെപ്പോലും നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പോലും ഇത്തരത്തിലുള്ള തിന്മകൾ വന്നിട്ടുണ്ട്. അവരുടെ മൊബൈലിലാണ്. ഇന്ന് അതിന്റെ ഒരു ലോകത്താണ് ആളുകൾ. റീൽസിന്റെ ലോകത്ത്, ടിക്ടോക്കിന്റെ ലോകത്ത്, ദീനിന്റെ ലോകത്ത് നിന്ന് അവര് പോയി കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ എനിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാനുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ആകെ ഒരു 40 മിനിറ്റാണ് നമുക്ക് കിട്ടിയത്. ഞാൻ 1 മണിക്കൂറിന്റെ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ 7 മണിക്ക് തുടങ്ങാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക, വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.